മയ്യോപ്പിയോ ഒരാളില്ലേ സംഭവം ഒരാള് പെട്ടോന്നല്ല. ഇന്ന് നമ്മൾ ഈ ലൊക്കേഷനെ കെട്ടുങ്ങാണ്ട് പോകുന്നത് വേറെ എവിടേക്കും അല്ല ഗൈസ്, ഹൈലൈറ്റ് മാൾക്കാണ്. ബിക്കോസ് രണ്ടാളും റൂട്ട് മാറി നിൽക്കണ്. പുതിയ റോഡൊക്കെ വന്നിട്ട് ഞാനും കുറച്ചധികമായി ഈ ഭാഗത്തൊക്കെ വന്നിട്ട് മൂപ്പര് പിന്നെ ഒരു വർഷം 1.5 വർഷത്തിന് അടുപ്പിച്ച് നാട്ടിലുണ്ടായിരുന്നില്ല. സോ നമുക്ക് റൂട്ടൊന്നും അറിയില്ല. അങ്ങനെ ഫൈനലി നമ്മൾ ഹൈലൈറ്റ് മാളിൽ എത്തിട്ടോ. ഹൈലൈറ്റിൽ നിന്നല്ല, വേറെ ഏത് ഇവിടെ സുഡിയോ ഉള്ള ഏത് പരിസരത്ത് ഞാൻ പോലെ എനിക്ക് സുഡിയോ കയറിയിട്ടുണ്ടെങ്കിൽ ഒരു മനസ്സമാധാനം ഒരു ഉറക്കക്കുറവും ഉണ്ടാവും. സോ നേരെ സുഡിയോ കയറിയപ്പോൾ കണ്ടത് ഈ ക്യൂട്ടായിട്ടുള്ള ബാഗാണ്. ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ബട്ട് ഞാൻ എടുക്കാതെ അവിടെ നിന്ന് പോകുന്നു. അത് കഴിഞ്ഞ് ഗ്ലാസ് വെച്ചെടുത്തു. അത് നല്ല പോക്കാപ്പി ഗ്ലാസ് ആയതുകൊണ്ട് അത് എടുക്കാതെ അവിടെ നിന്നും പോകുന്നു. കുറച്ച് ഷീറ്റ് മാസ്ക് കണ്ടപ്പോൾ അത് ഞാൻ 2-3 കണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ ബില്ലാക്കിങ്ങാണ്ട് അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ടുണ്ടായിട്ട് നേരെ പോയതൊരു പെർഫ്യൂമിന്റെ ഔട്ട്ലെറ്റിന്റെ ആ ഒരു ഫ്രണ്ട് കൂടെയാണ്. ഈ സാഹചര്യത്തിൽ എന്താണ് പറയാനുള്ളത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോ പറയാൻ പഠിക്കണം എന്ന് പറയുന്നത് വെറുതെ ഒന്നല്ലേ. അങ്ങനെ നോ പറയാത്തത് കൊണ്ടാണ് ഇപ്പൊ ആ പെർഫ്യൂം വാങ്ങേണ്ടി വന്നത്. ബിക്കോസ് നമ്മൾ പെർഫ്യൂം വാങ്ങണം വിചാരിച്ചിട്ടുണ്ടായില്ല. ബട്ട് ഓല് പറയണ കേട്ടപ്പോ വാങ്ങി പോയതാണ്. പേരെന്താണ്? മയ്യോപ്പിയോ. ഒരാളില്ലേ സംഭവം ഒരാള് പെട്ടോന്നല്ല. ഇവളാണ് ശരിക്കും സത്യം പറഞ്ഞ പെട്ടത്. ഒരാളില്ലേ വെറുതെ ശരി എന്നാ. അതായത് ഇവള് അവിടെ 2 ചെക്കന്മാരെ കണ്ടപ്പോ അങ്ങോട്ട് പാഞ്ഞു കയറിയതാണ്. എന്നിട്ട് ഓളെ ഊമ്പിച്ച് ഒരു ചാത്തൻ പെർഫ്യൂമും കൊടുത്തിട്ട് എന്നിട്ട് മയ്യോപ്പിയോ. എന്നാലും സംഭവം ടെസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് അല്ലേ. പെർഫ്യൂമിന്റെ സ്മെല്ലൊന്നും ഒരു രക്ഷയില്ല. പക്ഷെ 4 to 6 എത്ര 6 to 7 hour 7 hour ലാസ്റ്റിംഗ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മളൊന്ന് അടിച്ചിക്കണ്. നമ്മൾ നോക്കുഞ്ഞി എത്ര ടൈമിൽ വരെ ഇതിന്റെ മണം കിട്ടുന്നുണ്ട്. പിന്നെ നേരെ വെബ്സൈറ്റിൽ കയറിയിട്ടുണ്ടായിട്ട് നമ്മള് ഇപ്പോൾ നെക്സ്റ്റ് തന്റെ അടുത്ത പൈസ കളയാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടാണ്. പ്ലീസ് ലുക്ക് അറ്റ് ദിസ്. നെക്സ്റ്റ് പൈസ കളയൽ എന്റെ വൈഫ്. ഒരു പ്രശ്നമില്ല. എന്താക്കണേ ഓളൊക്കെ എടുത്ത് നോക്കും. പക്ഷെ ഒരു മുതലെടുക്കൂലോ ഓള്. അതാണ് ഓളെ പ്രത്യേകത. എന്റെ മുടിയാണെമ്പോ നിങ്ങൾക്ക് പേടിയാവണില്ലേ? ഈ പേടി എനിക്കും ഇവിടെ കുറച്ചിനെ വളരുമായിരിക്കും. പിന്നെ നേരെ പർപ്പിൾ കയറിയിട്ടാ അവള് കയറുന്നുണ്ട്. എന്തെടുക്കാൻ വേണ്ടി കയറിയതാ? എന്തെങ്കിലുമൊക്കെ എടുക്കും. വല്ലതും എടുക്കും. നടക്കുവോ? അല്ല എന്റെ പൈസ കളയാ. നേരത്തെ പെർഫ്യൂം വാങ്ങിയ മാതിരി പെർഫ്യൂം ഞാനല്ല വാങ്ങി. പെർഫ്യൂം വാങ്ങിയ മാതിരി എന്റെ പൈസ കളയാനുള്ള പുറപ്പാടാണ് അടുത്തത്. ഇവിടെ ഫുള്ള് മുഖത്ത് ഓളെ മുഖത്തിന് മാത്രം മാസത്തില്. അവിടുത്തെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് പ്ലാൻ വെച്ച് കഴിഞ്ഞാൽ ബീച്ചിൽ പോകണം എന്നുള്ളതായിരുന്നു. സോ ഇന്നത്തെ വീഡിയോ എത്തിയിട്ടുള്ളൂ. ബീച്ചിൽ പോണ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. സോ അതുവരേക്കും ബൈ ബൈ.